ഹായ്, വെൽക്കം ബാക്ക് ടു ഈസി ട്രേഡ്സ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ട്രേഡിംഗ് നടക്കുന്ന കുറച്ച് ചതിക്കുതികൾ, സ്കാംസ് ഞാൻ എന്താണ് കാണിച്ചു തരാമെന്നൊക്കെ. മുമ്പ് ഞാൻ ഓൾറെഡി വീഡിയോ ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ അങ്ങനെയാണ് ഇട്ടിരുന്നത്. ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അത് കഴിഞ്ഞിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ്, ട്രേഡേഴ്സ്, ന്യൂ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ കുറച്ചൊരു ഹൈ പോഷ് ലൈഫൊക്കെ കാണിച്ചിട്ട് ബെൻസ് BMW ഇതൊക്കെ കൊണ്ടിങ്ങനെ കറങ്ങിയിട്ട് ട്രേഡിങ്ങിന് സെറ്റപ്പ് ഓരോന്നൊക്കെ കാണിക്കുന്നത്, പ്രോഫിറ്റ് എടുക്കുന്ന കാണിക്കുന്നതൊക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസുകളുണ്ട്. എനിക്ക് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? പക്ഷേ മെജോറിറ്റി ആൾക്കാർ നിങ്ങൾ ഒന്നും മനസ്സിലാക്കുക, മെജോറിറ്റി ആൾക്കാർ അവരുടെ ട്രേഡിങ്ങിൽ ലോസാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്ത എമൗണ്ട് കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഷോ ഓഫാണ് പലതും കാണിക്കുന്നത്. ഞാൻ ഇന്നേ വരെ നിങ്ങൾ മുമ്പിൽ ഒരു തരത്തിലുള്ള ഷോ ഓഫ് ഞാൻ കാണിച്ചിട്ടില്ല. എനിക്ക് കാണിക്കണമെങ്കിൽ എന്തൊക്കെ രീതിയിൽ വേണമെങ്കിലും കാണിക്കാം. വേണമെങ്കിൽ എൻ്റെ കുറച്ച് ബിസിനസ് പ്രൊഫൈൽസ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എനിക്ക് ഏതൊക്കെ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ് ഏതാണ്ട് എൻ്റെ ഓഫീസ് പോലും ഇതുവരെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് ആലോചിക്കണം. അപ്പോഴേ ഞാൻ അതുപോലെ ഷോ ഓഫ് ഒന്നും കാണിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഒരു സക്സസ്ഫുൾ ട്രേഡേഴ്സിന് നമ്മൾ ഓൾറെഡി ട്രേഡ് ചെയ്ത് പൈസ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കിതുപോലെ ഷോ ഓഫും കാര്യങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ കാണിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കാം, അതിൽ സൈഡിൽ നോക്കിക്കോണേ. നിങ്ങൾ ആ വീഡിയോ കണ്ട ശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു തരാം. ഓക്കെ, അത് നോക്കിക്കോളൂ. എങ്ങനെയാണ് നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കാണാം. ഇതായത് നമ്മളൊരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മാർക്കറ്റ്, ഇത് നമുക്ക് റീപ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ റീപ്ലേ അടിക്കണം. അത് കട്ട് ചെയ്ത് ഞാൻ മുകളിൽ കൊണ്ടുപോയി റീപ്ലേ അടിച്ചു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ആ താഴേക്കുള്ള വാനിഷാവും. സോ നമുക്കെന്താണ്, ഇനി പ്ലേ ചെയ്ത മാർക്കറ്റ് അതങ്ങ് താഴെ വരും. ഇതിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ സ്ലോ പ്രോസസ് 1 മിനിറ്റ് ക്യാൻഡിൽ ഇട്ടിട്ട് സ്ലോ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ക്യാൻഡിൽ വരും, കണക്ക് വരും. അവിടെ ഒരു എൻട്രി കൂടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടോ ഞാൻ പ്രോഫിറ്റ് ഓർമ്മ ഉണ്ടോ? അവിടെ ഉണ്ടോ? ഒറ്റ ലോട്ട എടുത്തിട്ടുണ്ടാകും. ഇതുപോലെ ഓപ്ഷൻസിലും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും, കൊമോഡിറ്റിയിൽ ചെയ്യാൻ പറ്റും. ഏതിൽ വേണോ ട്രേഡിങ് വീഡിയോ ഇത് നടക്കുമ്പോൾ റീപ്ലേ അടിച്ചിട്ട് നേരത്തെ താഴെ ടാർഗറ്റ് അടിച്ചെന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെയാണ് പല ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ചേട്ടാ ഒരു പേപ്പർ ട്രേഡാണ്, നീ റീപ്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും കാണിക്കത്തൊന്നുമില്ല. അവിടെ ചാർട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ ആ സൈഡ് മാത്രം റെക്കോർഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് സിസ്റ്റത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്തെടുത്താണ്. സിസ്റ്റത്തിൽ ഞാൻ റെക്കോർഡ് ചെയ്ത സാധനം മൊബൈലുണ്ട്, പക്ഷേ അതൊന്ന് ക്ലിയർ ഇല്ല. അതിങ്ങനെ ആഡ് ചെയ്തപ്പോൾ അതായത് രണ്ടാമത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നെ ആഡ് ചെയ്യുന്നതാണ്. കണ്ടോ, ടാർഗറ്റ് എടുത്താണ്ടോ? ഒന്ന് നോക്കിക്കോ, കറക്റ്റ് ടാർഗറ്റ് ലെവലിൽ വന്നിരിക്കും മാർക്കറ്റ്. ഇതുപോലെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇതൊന്ന്. ഇത് ഈ സെയിം സെറ്റപ്പ് വെച്ചിട്ട് ഞാനൊരു നോർത്ത് ഇന്ത്യൻ്റെ ഒരു വീഡിയോ കണ്ടു. നോർത്ത് ഇന്ത്യൻ്റെ ഒരു ചെറിയൊരു പയ്യൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ പയ്യൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ട്, 30K ഫോളോവേഴ്സാണ്. ഓരോ വീഡിയോസിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ 15K, 20K, 50K, 60K ഒക്കെ വ്യൂസാണ് ഓരോ വ്യൂസിനുള്ളത്. ഈ ഒരു ഫേക്ക് കാര്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായിക്കോളൂ, ഇത് ഒരു പുതിയൊരാൾക്ക് മനസ്സിലാവില്ല. ഇത് ശരിക്കും ജെന്യൂൻ അല്ല, ഇത് ഫേക്കാണ്. പ്രോഫിറ്റ് തന്നെ കണ്ടോ അതിനകത്ത് 25,000 USD ആണ് എടുത്തേക്കുന്നത് പ്രോഫിറ്റ് അതിനകത്ത്. ഇതുപോലെ കാണിച്ചിട്ടൊക്കെയാണ്. ഇത് നമുക്ക് INR മാറ്റാം വേണമെങ്കിൽ. USD മാറ്റിയിട്ട് INR മാറ്റിയിട്ട് INR പ്രോഫിറ്റ് പോകും. ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഈ ട്രേഡിംഗ് വീഡിയോ സെറ്റപ്പ് ഉണ്ട്. ഇത് മനസ്സിലായി. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഗ്രൂപ്പ്, റെക്കമെൻഡേഷൻ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞുതരാം. 2-3 സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ ആയിട്ടൊക്കെ ഇട്ടേക്കാം കേട്ടോ, നോക്കിക്കോളണേ. അതായത് P സൈഡിലേക്ക് C സൈഡിലേക്ക് 2 എൻട്രീസ് ഇടുന്നു. അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ കുറേ ഷോർട്ട് ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ട് എൻട്രി P, C എല്ലാം ഇട്ട് കൊടുക്കും. സംഭവം എന്താണെന്ന് അറിയാം അതിനകത്ത്. എന്നിട്ട് ഏതാദ്യം ആക്റ്റീവ് അതെടുക്കാൻ പറയും. ഏതെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ആക്റ്റീവ് ആയിരിക്കും. ആക്റ്റീവായി ചാടിക്കറിപ്പോൾ അത് എൻട്രി എടുക്കും. എൻട്രി എടുത്തെന്ന് വിചാരിച്ചോ, എൻട്രി എടുത്ത് ഒരു 10 പോയിന്റ് 5 10 പോയിന്റ് പോകുമ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു പറയും. മാർക്കറ്റ് കിട്ടുന്ന കേസ്. സോ എടുത്ത ആൾക്കാർ എന്ത് ചെയ്യും, തിരിച്ചൊന്ന് ലോസ് ബുക്ക് ചെയ്തു. സോ അപ്പോൾ മറ്റുള്ള ഓപ്പോസിറ്റുള്ള മറ്റേ കോളോ ആക്റ്റീവാകും. അതും ആക്റ്റീവായി പറയും. അത് 5 10 പോയിന്റ്. ഏതെങ്കിലും ലക്കിൽ ഏതെങ്കിലും ഒരു സാധനം ഒരു 50 പോയിന്റ് മൂവ് കഴിഞ്ഞാൽ ഫുൾ ടാർഗറ്റ് എടുത്തിട്ട് ബഹളം കൊണ്ട് വെച്ചിട്ട് അങ്ങ് എന്തൊക്കെയൊക്കെ സംഭവം അങ്ങ് ചെയ്തങ്ങ് ഇടുക. ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് കണ്ടിട്ട് കണ്ടായിരുന്നല്ലോ. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇതൊക്കെ ഒരു സ്കാമാണ് ശരിക്കും. ഇവർക്കൊക്കെ ആവശ്യമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കുറേ ഇൻഫ്ലുവൻസേഴ്സ്, ഇപ്പം കുറേ ഇൻഫ്ലുവൻസേഴ്സ് വേറെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ നെറ്റ് ട്രേഡിങ്ങിൻ്റെ രാജാക്കന്മാർ കുറേ ഹെവി സെറ്റപ്പ് ഒക്കെ കാണിച്ച്, ഹെവി സെറ്റപ്പ് റൂം കുറേ BMW കാണിച്ചിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് എടുത്തിട്ട്, അവർക്ക് വ്യൂസ് കണ്ടിട്ട് ഞാൻ അന്ന് വിട്ടു. എന്നിട്ട് പറയാം അവർക്ക് എന്താ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് തരിക എന്നുള്ള ഉദ്ദേശം. കാരണം അവർക്ക് ട്രേഡിങ്ങിൽ ഫെയിലാണ്, അവർ ട്രേഡിങ്ങിൽ അവർ ലോസാണ്. നിങ്ങളേന്നൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് കഴിഞ്ഞാൽ എന്താണ്, ഒരു 10 പേരിൽ നിന്ന് 5,000 രൂപ വെച്ച് വാങ്ങിച്ചാൽ 50,000 മാസമായില്ലേ. അത് ഓരോ മാസം റിപ്പീറ്റ് ചെയ്ത് പോവില്ലേ. അപ്പം ഒരു മാസം എടുത്ത ആൾക്കാർ ഫെയിലാകുമ്പോൾ പിന്നെ അവർ റിപ്പീറ്റ് എടുക്കത്തില്ലല്ലോ. അന്ന് എന്തൊക്കെയൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താണ്, ആ സോഷ്യൽ മീഡിയ എന്നുള്ള ഇൻകം ആയിരിക്കണം അവർക്കുള്ള മെയിൻ ഇൻകം എന്ന് പറയുന്നത്. അതിൽ കമൻസിൽ തന്നെ മിക്ക ആൾക്കാരെന്ന് പറയും മിക്കവാറും ഇയാൾക്കൊക്കെ ഇൻകം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്തു. ഞങ്ങളധികം ഭയങ്കരമായിട്ട് സെറ്റപ്പിളൊന്നും കാണിക്കാറൊന്നുമില്ല. ഞങ്ങളെ ലൈവ് ട്രേഡ്സ് കാണിക്കാറുണ്ട്, പിന്നെ ഞങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുമുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഡേസ് വയ്ക്കുന്ന ഓപ്ഷൻ കൊടുക്കുന്നില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്, നമുക്ക് ഹെഡേക്ക് എടുക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെടുക്കുന്ന NDS കൂടെ ഞങ്ങളവിടെ എൻട്രി എടുക്കുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ് നിങ്ങളെടുത്തു. ഞങ്ങൾക്ക് SL എന്നുള്ള സംഭവം കുറവാണ്. അത് കഴിഞ്ഞ ഈ ഒരു മാസത്തേക്ക് നിങ്ങൾ ഫുള്ള് നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ മനസ്സിലാവും. ഇന്ന് ഞങ്ങൾക്ക് ഒരു SL 88 ഉണ്ടായിരുന്നു, 25 പോയിൻറ്റ്സ്. അടുത്ത നിമിഷം ഞാൻ എന്താണ് അടുത്ത കോളിനകത്ത് 140 പോയിൻറ്റ്സ് അറ്റൻഡിൽ വീണ്ടും കൊടുത്തു ഞങ്ങൾക്ക്. കാരണം ആ SL ഇട്ടത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ആക്ച്വലി ഞാൻ ശ്രദ്ധിക്കാതെ ഇട്ടൊരു എൻട്രി ആയിരുന്നു. അത് എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ അപ്പോഴേ റിവേഴ്സ് വന്ന് കണ്ടപ്പോൾ ഞാൻ സ്പോട്ടിൽ 20 പോയിൻറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തോളാം. നമ്മൾ 35 പോയിൻറ്റ്സ് എന്തോ ഓൾമോസ്റ്റ് SL ലെവലുണ്ടായിരുന്നു. നമ്മൾ വേണ്ട വെച്ചേക്കുന്നത് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു. 25 പോയിൻറ്റ്സ് എല്ലാവരും എക്സിറ്റ് ചെയ്തു. അതിലൊരു ക്ലയൻസ് എനിക്കൊരു മെസ്സേജ് അയച്ചു, അതായത് കുറേ നാളിന് ശേഷം ഒരു ലോസെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വിഷമമായിപ്പോയി. കാര്യം ഞാനങ്ങനെ ലോസുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല ഞാൻ എടുക്കുന്നതിന്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ എടുത്തില്ലെങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ക്ലയൻസിന് കൊടുക്കുന്ന NDS വെച്ച് പറഞ്ഞാൽ അത്രയും കെയർ ചെയ്തും അവർക്ക് പ്രോഫിറ്റ് എടുക്കുന്ന രീതിയിലുള്ള NDS മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. അവർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തേണ്ടത് അവരാണ്, അത് ഞാനല്ല. ഞാൻ ഏത് എൻട്രി ഇട്ടാലും അതായിരിക്കും അന്നത്തെ ട്രെൻഡ്, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ അപ്പോൾ രാവിലെ മോർണിംഗിൽ CE ആണ് ഇട്ടെന്നുണ്ടെങ്കിൽ CE ആയിരിക്കും ട്രെൻഡ്. അത് ഒരു ലെവൽ കഴിഞ്ഞ ശേഷം അത് ട്രെൻഡ് ചേഞ്ച് ആവത്തുള്ളൂ. അതൊരു ആ ട്രെൻഡ് തന്നെയായിരിക്കും. ഞാൻ ബിയിലാണെങ്കിൽ ബിയിലായിരിക്കും ട്രെൻഡ്. കാര്യം അത്രയും അനലൈസ് എന്തെങ്കിലും ഡേറ്റാസ് നമ്മളിലുണ്ടെന്ന് വിചാരിച്ചോളൂ. അത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ് നമ്മൾ. വേണമെങ്കിൽ വൈ സെറ്റപ്പൊക്കെ കാണിച്ചിട്ടൊക്കെ ചെയ്യാത്ത കാര്യം അതൊക്കെ കൂട്ട് തന്നെയാണ്. നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് എല്ലായിടത്തും പറയാനും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ അങ്ങനത്തെ പറഞ്ഞില്ല, ട്രേഡിങ്ങിൽ ഷോർട്ട് കട്ടും കാര്യങ്ങളൊന്നുമില്ല. പഠിച്ച് ചെയ്യാനാണ് എപ്പോഴും നല്ലത്. ഷോർട്ട് കട്ട് നോക്കിക്കൊണ്ടിരുന്ന് വെച്ചാൽ നിങ്ങൾ സക്സസ് ആവത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, സബ്സ്ക്രിപ്ഷൻ എടുത്താലും നിങ്ങൾ ട്രേഡിംഗ് നോളജ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് കൂടെ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവും. കാര്യം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും, ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഓരോരുത്തർ ഡിപ്പെൻഡ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറേ സ്കാമേഴ്സ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അനാവശ്യമുള്ള ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ അവരെയൊക്കെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും. എല്ലാവരും പഠിച്ചാൽ മതി തന്നെ. ഇത് വലിയ കാര്യങ്ങളൊന്നും പിന്നെ മറ്റുള്ള എഡ്യൂക്കേഷൻ സെൻ്റർ കണക്ക് 3 മാസം 6 മാസം ഒന്നും പോയി പഠിക്കാനതിനകത്തൊന്നുമില്ല. നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കുക. യൂട്യൂബ് നോക്കി കാര്യങ്ങൾ പഠിച്ച ശേഷം ബേസിക്സ് കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു. ഓവറായിട്ട് പഠിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബേസിക്സ് കുറേ കാര്യങ്ങൾ പഠിക്കുക. ആവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്കൊരു 1 മണിക്കൂർ മതി പഠിച്ചെടുക്കാൻ. ആ 1 മണിക്കൂർ ആ ഒരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിങ് സക്സസ് ആയിക്കോളും. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്ര മാത്രം ചിന്തിക്കുക. സ്വന്തമായിട്ട് എഫർട്ട് എടുത്ത് പഠിച്ച് നിങ്ങളൊരു സപ്പോർട്ട് ആരെങ്കിലും എടുത്തോളി. കാര്യം ആദ്യം ഏതൊരു തുടക്കത്തിന് നമുക്കൊരു ഏത് ജോലിക്കൊരു ട്രെയിനീസ് നമുക്ക് ട്രെയിനിങ് ആയിട്ടില്ല നമ്മൾ കയറണം. നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾ പറഞ്ഞു തരുമല്ലോ, അത് നിങ്ങളെടുക്കാം. മനസ്സിലായി? അതായത് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് അത് എക്സ്പെർട്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു സീനിയർ ട്രേഡിൽ നിന്ന് ഒപ്പീനിയനോ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പോ എടുക്കുക. ഒരിക്കലും റെക്കമെൻഡേഷൻ എന്നുള്ള പരിപാടിയിലേക്ക് നിങ്ങൾ പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് നോളജ് എല്ലാം ഉള്ള ആളാണ്, അത്യാവശ്യം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഇൻ കേസ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഗ്രൂപ്പ് വെറും സബ്സ്ക്രിപ്ഷൻ ഗ്രൂപ്പല്ല. അതിൽ വ്യക്തമായിട്ട് ഓരോ എൻട്രിയും എങ്ങനെ എടുക്കുന്നു, എന്ന് എടുത്തു, എങ്ങനെയാണ് എടുക്കാനുള്ളത്, അവിടെ എൻട്രി ഇവിടെ എക്സിറ്റ്, അത് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുന്നു. എൻട്രി ഇട്ടിട്ട് വോയിസ് അയച്ചു കൊടുക്കും. അപ്പം ഓരോരുത്തർക്കും അത് ഒരു റിപ്പീറ്റഡ് ഒരു മാസം ഇത് പഠിച്ച് വരുമ്പോഴത്തേക്ക് അടുത്തൊരു സ്വന്തമായിട്ട് ഒരു എൻട്രിയെങ്കിലും എടുക്കാൻ അവർ ശ്രമിച്ചു നോക്കും, സക്സസ് ആവാൻ നോക്കും. അപ്പോൾ എന്നാൽ അവർക്ക് കോൺഫിഡൻ്റ് ഉണ്ടാവും. അപ്പോൾ എന്നാൽ നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ്. നിങ്ങളെല്ലാവരും ചിന്തിക്കാനുള്ളത് അനാവശ്യമായിട്ടുള്ള ഇതുപോലെ സ്കാമേഴ്സിൻ്റെ കയ്യിൽ പോയി പെടാതിരിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലായി? സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യമുള്ളത് മാനുഫാക്ചറിൻ്റെ കൊണ്ടില്ലെന്ന് പറയുന്നത് ഹൈ റിസ്ക് ഒക്കെ തന്നെയാണ്.
പക്ഷേ ഇതൊക്കെ ഒരു സമയം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളെ കയ്യിലിരിക്കുന്ന കാര്യം. നിങ്ങൾ വെറുതെ മൊബൈലിൽ ഇരുന്നിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും പറ്റുന്ന നടക്കുന്നത്. കാരണം ഞാൻ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിലേക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ട് കണ്ടായിരുന്നു. എൻ്റെ മൊബൈൽ മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ മൊബൈലിൽ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ ക്ലയൻസിന് എൻട്രി കൊടുത്ത് അത്രയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. മുമ്പ് ഒരു വട്ടോടെ വെച്ചിട്ട് ഞാൻ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ ക്ലയൻസിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊബൈൽ വെച്ച് മാത്രമാണ്. അതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇരുന്ന് നമുക്കൊരു ഏതൊരു കാര്യത്തിലാണ് ഇരുന്നിരുന്ന് പറയുമ്പോൾ നമുക്കത് ഫുൾ നമ്മളെ കയ്യിലേക്ക് കിട്ടും. മാർക്കറ്റ് എങ്ങനെ പോകും ഇനി അങ്ങോട്ട്. അത് നമ്മൾ അതിനുള്ളൊരു ചാർട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കില്ലേ. ഈ ചാർട്ട് എന്ന് പറയുന്നത് എന്തിനാണ്? മാർക്കറ്റിങ് എങ്ങോട്ട് പോകുന്നു അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചാർട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്താൽ മതി. അവിടെ വെച്ചൊരു ഓൾ അനാലിസിസോ അല്ലെങ്കിൽ ഒരു പൈസാസ് അനാലിസിസോ നമ്മൾ ചെയ്താൽ മതി. SFG ITC ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഞാൻ കൂടുതലും ചെയ്യുന്നത് പൈസാസും ഓൾ അനാലിസിസാണ്. പക്ഷേ SFG ITC ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൺസെപ്റ്റ് അതുകൊണ്ടല്ല. അതെല്ലാം സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് ബൾക്ക് ഓഫ് സ്ട്രാറ്റജി വെച്ചിട്ടാണ്. ഇതിന് എല്ലാത്തിനും ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ഞാനൊരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് വെച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് എൻ്റെ 100% ആക്യുറസി എന്ന് ഞാൻ പറയുന്ന സ്ട്രാറ്റജിക്ക്. അതിൽ ഒരു ഫെയിലിയേഴ്സും ഇല്ല. അത് ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിവേ അതൊന്നുമല്ല. അപ്പോൾ അത് വിട്ടേക്ക് നിങ്ങൾ ചിന്തിക്കുക. ഏതൊരു മെമ്പർഷിപ്പിനും പോലെ ഇതുപോലെ ഫേക്കേഴ്സിന് പോയാലും അവിടെ ഒരു 4-5 ദിവസം ലൈവായിട്ട് ട്രേഡ് ചെയ്യാൻ പറയാം. ലൈവായിട്ട് ട്രേഡ് ചെയ്ത് കാണിച്ചു തരാൻ പറയാം. അപ്പോൾ നിങ്ങൾ നോക്കാമല്ലോ. ഒരു 3-4 എൻട്രി എടുക്കാൻ പറയാം. അവരെടുത്ത് ഒരു 5 പോയിൻറ്റ് 10 പോയിൻറ്റ് എടുക്കുന്ന എൻട്രീസ് അല്ല. മിനിമം ഒരു നിഫ്റ്റിയിൽ ഒരു 25 to 30 പോയിൻറ്റ്സ് എടുക്കുന്ന എൻട്രീസ്. സെൻസെക്സിലാണ് ഒരു 50+ പോയിൻറ്റ്സ് എൻട്രീസ് എടുക്കാൻ പറയാം. അല്ലെങ്കിൽ പോട്ടെ നമുക്കൊരു 10 to 20% റിട്ടേൺസ് എടുക്കുന്ന ഒരു എൻട്രീസ്. എൻ്റെ പ്രോഫിറ്റ് സ്റ്റാൻഡേർഡ് ബുക്കിംഗ് 5 10-ന് മുകളിലാണ് എപ്പോഴും ബുക്കിംഗ് നടത്തുന്നത്. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ കൂടുതൽ 30-40-50% റിട്ടേൺസ് ഞാൻ ബുക്കിംഗ് നടത്തിയിട്ട് 100% റിട്ടേൺസ് വരെ ഞാൻ ബുക്കിംഗ് നടത്തിയിട്ടുള്ള ആളാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ് സിറ്റുവേഷൻ. അത് നമുക്ക് നോക്കി ഒബ്സർവ് ചെയ്ത് കണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. ഞാൻ SL കയറ്റി കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയോ ചെയ്യും. മാർക്കറ്റ് അവിടെ നിന്ന് പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. നമുക്കൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ വിശ്വാസം, നമ്മൾ സെറ്റപ്പ് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അത് എത്ര ലോസ് നോക്കിക്കൊണ്ടിരിക്കും. അതൊക്കെ എല്ലാവർക്കും പറ്റും. അതുകൊണ്ട് സോ ദയവ് ചെയ്ത് ഇതുപോലുള്ള ആൾക്കാരിൽ ചെന്ന് പെടാതിരിക്കുക. ഇതിപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയ ഇൻകം വേണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. എനിക്കൊരു സോഷ്യൽ മീഡിയ ഇൻകം ആവശ്യമില്ല, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആവശ്യം എനിക്കില്ല. പക്ഷേ ഇതൊക്കെ അറിയണമില്ല. അറിയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ മാത്രമേ ഓപ്ഷനുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. അല്ലാതെ ഒരിക്കലും എൻ്റെ കമ്പനി പ്രൊമോഷനോ എൻ്റെ പ്രൊമോഷനോ ഒന്നുമല്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. അത് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ ഞങ്ങളെ കൂടെ വന്ന ആൾക്കാർ നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അവരെ ഇൻഡിപെൻഡൻറ്റ് ട്രേഡറാക്കി തന്നെ വിടും. നമ്മളേന്ന് 1-2 മാസം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് കുറച്ച് നേരം മാറിപ്പോയിട്ട് പിന്നെ എനിക്ക് വീണ്ടും റിട്ടേൺ വരുന്ന ആൾക്കാരുണ്ട്. വീണ്ടും സബ്സ്ക്രിപ്ഷൻ എടുക്കും. പക്ഷേ അവർക്ക് എന്താണ് പ്രോഫിറ്റ് ആവുന്നതിന് ലോസ് ഉണ്ട്. ഇത് കൺസെൻറ്റായിട്ട് പ്രോഫിറ്റ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തോളം പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ അവർ ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ എടുക്കുന്നതാണ്. അല്ലെങ്കിൽ ആരൊക്കെ ചോദിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. എനിവേ നിങ്ങളും നല്ലൊരു ട്രേഡർ ആവാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നല്ലൊരു ട്രേഡ് സെറ്റപ്പ് നിങ്ങൾ ഉണ്ടാക്കുക. അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ഞങ്ങളെ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളെ കമ്പനി നിങ്ങൾ എൻക്വയറി ഇട്ടത് നിങ്ങളെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് വെച്ചിട്ട് എൻക്വയറി ഒരുപാട് വരുന്നുണ്ട്. ഈ എൻക്വയറി വന്നാൽ നിങ്ങളെ നമ്പറിൽ ഒരാൾ പോലും ഞങ്ങളെ കമ്പനിയിൽ നിന്ന് വിളിക്കാറില്ല. നിങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് ചോദിച്ചാൽ മാത്രം അത് റിപ്ലൈ ഉണ്ടാവും. കാരണം ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ക്യാൻവാസ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് എത്തിക്കേണ്ട ആവശ്യം ഇല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോഴേ നിങ്ങൾ മനസ്സിലായപ്പോൾ ഞങ്ങളുടെ ബിസിനസ് ഇതല്ല, റിയൽ ട്രേഡേഴ്സാണ്. അപ്പോൾ സോ നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യം എന്താ ആവശ്യം ഇരിക്കുന്നത്? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കാര്യം ചോദിച്ചാൽ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. ഞങ്ങളെ വിളിക്കുന്ന 90% ആൾക്കാർ ട്രേഡിൽ നിന്ന് ഫുള്ള് പിന്തിരിപ്പിക്കുക ചെയ്യുന്നത്. കാര്യം അവർക്ക് പറ്റിയ ഫീൽഡിലെന്ന് മനസ്സിലായതുകൊണ്ട് പിന്തിരിപ്പിക്കുക. നമ്മൾ പഠിച്ചിട്ട് പോയോ, ബേസിക്സ് പഠിച്ചിട്ട് പോയോ എങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ 2-3 മാസം മുമ്പ് ഇതൊക്കെ വിളിച്ച ആൾക്കാർ ഇപ്പം വന്നിട്ട് ബേസിക്സ് പഠിച്ച് നമ്മളവിടെ പേഴ്സണൽ മെന്റർഷിപ്പ് ജോയിൻ ചെയ്ത് പോകുന്നു പോകില്ല എന്ന് പറയുന്നില്ല. ഒരു ചിന്തിക്കണേൻ്റെ മുകളിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നു എന്ന ഒറ്റയടിക്ക് പാപ്പരാക്കാൻ പറ്റുന്നൊരു സംഭവം ട്രേഡിങ്. അങ്ങനെ കോടികൾ ഉണ്ടാക്കണം, ലക്ഷങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സമയമെടുക്കും, പെട്ടെന്ന് പറ്റില്ല. ഗോട്ട് ഇറ്റ്. അപ്പോൾ എനിവേ താങ്ക് യു. ഇനി യൂട്യൂബ് വീഡിയോസും ലൈവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് കുറച്ച് കുറവായിരിക്കും. ലൈവ് ട്രേഡേഴ്സ് കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കാൻ പോവുകയാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻക്വയറീസിൻ്റെ എണ്ണം ഇച്ചിരി കൂടുന്നുണ്ട്. എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ എല്ലാ സമയങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതൊന്നും ഞാൻ സ്റ്റാഫിനൊന്നും ഏൽപ്പിക്കാറില്ല. കാരണം എൻ്റെ സ്റ്റാഫിനൊന്നും ഏൽപ്പിക്കാത്ത കാര്യം വെച്ചാൽ ഈ നമ്പർ മിസ്യൂസ് ചെയ്യപ്പെടും.
അത് മറ്റു പലർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പല ട്രേഡിംഗ് കമ്പനി ഇരുന്ന ആൾക്കാരും മറ്റ് സ്റ്റാഫായിട്ടിരുന്ന ആൾക്കാരൊക്കെ നമ്മൾ ട്രേഡിംഗ് കമ്പനിയിൽ തന്നെ നിൽക്കുന്നത്. സോ അവരിത് ഡൈവേർട്ട് ചെയ്യും. മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഡാറ്റാസ് വിളിച്ച 12,000 പറഞ്ഞ ഡാറ്റാസ് നമ്പേഴ്സ് ഇതൊക്കെ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ലീക്കായി പോയിട്ട് മറ്റ് അരക്കുകയോ കമ്പനികളിലൊക്കെ വിൽക്കുകയോ വിളിക്കുകയോ എന്നൊക്കെ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ക്ലയൻസിനെ ഞങ്ങളെടുത്ത് വിളിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു, ഈസി ട്രേഡ്സ് എന്നുള്ള ഞങ്ങളെ സെയിം ലോഗിലൊരു കമ്പനി ഞങ്ങൾക്ക് ഒരു കോൾ വന്നിട്ടുണ്ടെന്നുള്ളത് ടെലിഗ്രാം ഗ്രൂപ്പിൽ. അപ്പോഴാണ് ഞാനും അറിയുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഞങ്ങളുടെ കമ്പനിയുടെ പേരിൽ. നമുക്ക് വിഷയമൊന്നുമില്ല, ഞങ്ങളുടെ കമ്പനിയുടെ പേരിൽ ആർക്കും എന്തൊക്കെ ചെറിയ വിഷയമില്ല. എൻ്റെ ഈ ഈസി ട്രേഡ്സ് എന്ന കമ്പനിയിൽ ഫുൾ അക്കൗണ്ട് ഹാൻഡ്ലിങ്ങും അക്കൗണ്ട് ടെലിഗ്രാം ഈ മറ്റു കാര്യങ്ങൾ യൂട്യൂബ് വീഡിയോ ഇടുന്ന തിയേറ്റേഴ്സ് കാര്യങ്ങൾ ഞാൻ തന്നെയാണ്. അത് ഞാൻ തന്നെ ആയിരിക്കും, എൻ്റെ വോയിസ് ആയിരിക്കും, എൻ്റെ ഫേസ് ആയിരിക്കും അതിനകത്തുള്ളത്. വേറെ ആരും അതിനകത്ത് ഇൻവോൾവ് ആവാറില്ല. സോ നമുക്ക് നിങ്ങളെ മനസ്സിലാകാത്ത കാര്യങ്ങൾ വേറെ എന്തൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കമ്പനിയിൽ നിന്നായിരിക്കില്ല. സോ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ നമ്പേഴ്സും കാര്യങ്ങളും ഒരിക്കലും ഒരു സ്റ്റാഫിന് കാര്യങ്ങൾ ഒന്നിനും പോകാത്ത രീതിയിൽ ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെ കീപ്പ് ചെയ്ത് നിർത്തുന്നത്. അത് കഴിയുമ്പോൾ ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ഹോൾഡ് ചെയ്യാറില്ല. ഒരു നമ്പേഴ്സും ഞാൻ സേവ് ചെയ്ത് വയ്ക്കാറുമില്ല. ഇനിവേ നിങ്ങൾ നല്ലൊരു ട്രേഡറായി മാറണം. ഒരിക്കലും ഇതുപോലെ ചീറ്റിങ്ങിൽ ചെന്ന് ഈ അക്കൗണ്ട് ഹാൻഡിങ് കോപ്പി ട്രേഡിങ് ഒന്നിലും ചെന്ന് പറയും ഇതെല്ലാം ഇല്ലീഗലാണ്, സേവ് ഇതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുള്ള കാര്യം. എന്തെങ്കിലും ഇതൊക്കെ പിടിക്കപ്പെട്ട് നിങ്ങൾ അക്കൗണ്ട് ഉൾപ്പെടെ വേറായിപ്പോവും. പിന്നെ നിങ്ങൾ ആ പാൻ കാർഡ് നിങ്ങൾക്ക് ഡിമാർട്ട് അക്കൗണ്ടേ തുടങ്ങാൻ പറ്റത്തില്ല. 100% ഉറപ്പാണ്. അത് നിങ്ങളെല്ലാവരും മനസ്സിൽ വിചാരിച്ച് വെച്ചോളണം. അതുപോലെ ഇനിയിപ്പോൾ മാർക്കറ്റ് അത്യാവശ്യം നല്ല സ്റ്റേബിളായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ ആ ഒരു പാനിക് സിറ്റുവേഷനൊക്കെ മാറി മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ്റം നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സേഫായിട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റും. ഇൻവെസ്റ്റേഴ്സ് മാത്രം തൽക്കാലം മാറി നിൽക്കുക. ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. ടൈം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ബിക്കോസ് മാർക്കറ്റ് അത്യാവശ്യം വോളറ്റൈലാണ്. നമുക്ക് സ്റ്റേബിളായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അറ്റടി ഗ്യാപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ചില ഗ്യാപ്പ് അപ്പ് വരും, ഗ്യാപ്പ് ഡൗൺ വരും. അപ്പോൾ ചില ദിവസങ്ങൾ ഇന്ന് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. സോ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും സേഫ് അല്ല. ട്രേഡേഴ്സ്, ഇൻട്രാഡേ ട്രേഡേഴ്സ് സേഫാണ്. അവർക്ക് സേഫായിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ആദ്യത്തൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ നല്ലത്. കാര്യം എനിക്ക് ഇന്നൊരു അബദ്ധം പറ്റിയത് അങ്ങനെയാണ്. രാവിലെ ഞങ്ങൾ അരമണിക്കൂർ അത്ര എൻട്രി എടുത്തു, അത് നമ്മൾ ചെറിയ സെലക്ട് ചെയ്യേണ്ടി വന്നു. സോ അതിന് ശേഷമുള്ള എൻട്രീസ് എന്താണ് നമ്മൾ അതിന് SLAT 10 ഇരട്ടി തിരിച്ച് പിടിക്കുകയും ചെയ്തു. അപ്പം അത് ഓവർ ട്രേഡിംഗ് അല്ല, നമ്മളപ്പോഴും ലിമിറ്റഡ് ട്രേഡ്സ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ട്രേഡ്സ് രാവിലത്തെ ആ ട്രേഡിങ് കുറച്ചൊന്ന് ഒഴിവാക്കുക. നമുക്കൊന്ന് ഒബ്സർവ് ചെയ്ത് ഒരു 9:45 10 മണിക്ക് ആകുമ്പോൾ എൻട്രി എടുക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ നല്ലത്. പിന്നെ ഒരു 12 മണിക്കൂർ മൊമെൻറ്റം, 1 മണിക്കൂർ മൊമെൻറ്റം ഒക്കെ വരും. ആ മൊമെൻറ്റമൊക്കെ മുൻകൂട്ടി പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല പോയിൻ്റ് എടുക്കാൻ പറ്റും. ഇതൊക്കെ ഒന്ന് ബാക്കിൻ്റെ ചാർട്ടൊക്കെ ചെക്ക് ചെയ്തൊക്കെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തന്നെ ഒരു കാര്യങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്ത് എല്ലാ ദിവസവും ചാർട്ട് ഈ പറഞ്ഞ ടൈമിലേക്ക് ചാർട്ടിൽ എങ്ങനെയാണ് മൊമെൻറ്റം പറയാൻ നോക്കുമ്പോഴത്തേക്ക് എങ്ങോട്ട് പോകുന്നുള്ള കാര്യം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ ഉള്ളത്. 2 ക്യാൻഡിൽസ് കാര്യങ്ങൾക്ക് നോക്കിയാൽ മതി, പറഞ്ഞതിനകത്തില്ല. പിന്നെ സീക്രട്ട് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻട്രി എടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് ക്യാൻഡിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ 3 ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ എൻട്രി സേഫ് ഉണ്ട് ഇൻട്രാഡേഴ്സിന്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 3 4 ക്യാൻഡിൽ ഒരു മൊമെൻറ്റം പോകും, പിന്നെ ഒരു റിട്രേസ്മെൻറ്റ്, പിന്നെ അങ്ങനെ പോകത്തുള്ളൂ. സോ അത് 3 ക്യാൻഡിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ സേഫായിട്ട് എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റും. ഇത് സീക്രട്ട് ടിപ്സ് എന്ന് പറയാം. ഓക്കെ, എനിവേ താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ വീഡിയോസ് കാര്യങ്ങളുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അതാണ് എല്ലാം കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നിലവിലൊരു സപ്പോർട്ടും ഇല്ല. ചുമ്മാ എന്തൊക്കെയോ കണ്ടു പോകുന്നതല്ല, അത് ഒരു ഇതിലുള്ള സപ്പോർട്ടും ഇതിനകത്തൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് സ്കാമേഴ്സിനെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും നെഗറ്റീവ് അടിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നെഗറ്റീവ് കാണിച്ചാലേ സപ്പോർട്ടുള്ളൂ എന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നത് നെഗറ്റീവ് ഈ ട്രേഡിങ്ങിനെ പറ്റി നെഗറ്റീവ് ഫുള്ള് വാഷ് ഔട്ട് ആവുന്ന ക്യാഷിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ എന്തോരം റീച്ചാണെന്ന് അറിയാവും. അത് വേറെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കാണുന്നുണ്ട് ഭയങ്കര റീച്ചാവും. ഞാൻ ജസ്റ്റ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇട്ടു നോക്കി എന്തോ റീച്ചാണെന്ന് അറിയത്തില്ല. നമ്മൾ ശരി പ്രൂഫ് ഇല്ല. പോസിറ്റീവ് ഇട്ട കാര്യങ്ങൾക്കൊന്നും റീച്ചും ഇല്ല, ഈ നെഗറ്റീവ് ഇട്ട എല്ലാവർക്കും ഭയങ്കര റീച്ച്. മറ്റേ പൊതുവെയുള്ള സ്വഭാവമാണ്. എനിവേ അതെല്ലാം വിട്ടേക്കുക. നിങ്ങളെപ്പോഴും തിങ്ക് പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിലും പോസിറ്റീവ് ആകാൻ പറ്റത്തുള്ളൂ. സോ നെഗറ്റീവ് വിട്ടേക്കാം. ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇന്നിപ്പം 1.25 കോടി കൊല്ലത്തൊരാളെ പറ്റിച്ചത്, ഇന്നല്ല കുറേ ആളിപ്പോൾ പറ്റിച്ച നോർത്ത് ഇന്ത്യനെ ഒരാളെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി കോടികൾ പറ്റിച്ച ഒരു വ്യക്തിയെ നോർത്ത് ഇന്ത്യനെ കൊല്ലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ്ങിന് വരുമാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പത്തെ ആദ്യത്തെ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യം അത്യാവശ്യം നല്ല പ്രോഫിറ്റൊക്കെ എടുത്ത് തരും. പിന്നീട് എന്ത് ചെയ്യും, നിങ്ങൾ സർവീസ് ചാർജ് ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് വാങ്ങിക്കും, ഫുൾ നിങ്ങൾ പൈസ തങ്ങളെ അവർ. അല്ലെങ്കിൽ ചെയ്യണം എന്താണ്, ഒരു കുറച്ചധികം ക്ലയൻസ് ഉണ്ട്. 10 പേർക്ക് ഷോർട്ട് അടിക്കും, 10 പേർക്ക് അപ്പടിക്കും. 10 പേര് പ്രോഫിറ്റ് ആകും, 10 പേര് ലോസ് ആവും. സോ 10 പേര് പോയിട്ട് അവർ പിന്നെ ഒരു മരുന്ന് തിരിഞ്ഞു നോക്കത്തില്ല. ഫണ്ട് ആഡ് ചെയ്യാൻ പറയും അവരെടുത്ത്. പ്രോഫിറ്റ് ആയിട്ട് കമ്മീഷൻ വാങ്ങിക്കും, സർവീസ് ചാർജ് മേടിക്കും. ഇതാണ് ചെയ്യുന്നത്. ഒരു സാമാന്യ ഒരു ബുദ്ധി വെച്ച് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കണം.
അങ്ങനെ ട്രേഡ് ചെയ്ത് സ്ഥിരമായിട്ടൊക്കെ പ്രോഫിറ്റൊക്കെ കഴിവുള്ള കൊടുത്തിട്ട് എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ട്രേഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ആവശ്യമില്ല. അപ്പോൾ എന്താണ്, അവർ ഇൻകം കണ്ടെത്തുന്നത്, അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഇൻകം കണ്ടെത്തുന്നത് ഇതുവഴിയാണ്. അപ്പോൾ എന്താണ്, 10 പേര് പിയിലും 10 പേര് കോളിലും എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഒരെണ്ണം മൂവ് ചെയ്യുമല്ലോ, അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ആവുമല്ലോ, അപ്പോൾ അവരുടെ കമ്മീഷൻ അവർക്ക് കിട്ടുകയല്ലേ. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, സോഷ്യൽ മീഡിയയിൽ കാണുന്നതും ഈ പരസ്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും കണ്ട് ആരും വിശ്വസിക്കാൻ നിൽക്കരുത്. ഞാൻ കുറേ പ്രൂഫുകൾ ഞാൻ അത് കൂടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ, ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോ ആണ്, ഇതിപ്പോൾ 2-3 വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് കയറ്റിയാണ്. അപ്പോൾ അതിനകത്ത് ഫുള്ളൊന്ന് കേട്ട് നോക്കിയാൽ മതി. കുറേ പ്രൂഫുകളൊക്കെ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ. ഇതിനെക്കാട്ടി വലിയ പ്രൂഫുകളൊക്കെ എൻ്റെ ഉണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നാളെ കാലത്ത് എനിക്കൊരു പ്രശ്നം വരുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. കാര്യം ഒത്തിരി കേസും കാര്യങ്ങളൊക്കെ ഞാൻ സെബിയിലേക്ക് കംപ്ലയിൻ്റ് ഒരു 2-3 കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് ഉദ്ദേശിച്ച് അത്യാവശ്യം നല്ല റിട്ടേണിംഗ് ഉണ്ട്. അപ്പം എനിക്ക് പ്രശ്നമൊന്നും, ഞാൻ ലീഗലിസ്റ്റാണ്, എനിക്ക് എൻ്റെ ഒരു പ്രോബ്ലം ഒന്നും ഇതുവരെ വന്നില്ല, ഞാൻ വരാനും പോകുന്നില്ല. കാര്യം ഞാൻ ഈ വർക്ക് ആക്ടിവിറ്റീസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് സ്റ്റഡീസ് കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അത് ഇല്ലീഗൽ എന്നുള്ള ലീഗലാണ്. ഓക്കെ, എനിവേ ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക, അനാവശ്യമായിട്ടുള്ള ഒന്നിലും പോവാതിരിക്കുക. ട്രേഡിങ് ഷോർട്ട് കട്ടും കാര്യങ്ങളൊന്നുമില്ല, നേരിട്ട് പഠിച്ചെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചെടുത്തിട്ട് വായോ, നല്ലൊരു മെൻറ്ററെ കൂടെ പഠിച്ചെടുത്തിട്ട് വായോ, നിങ്ങൾക്ക് നല്ലൊരു സെറ്റപ്പ് റെഡിയാക്കി തരാം. ആ സെറ്റപ്പിലൂടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്തെടുക്കാം. അതിനുള്ള എല്ലാ സഹായങ്ങളും ഈസി ട്രസ്റ്റ് കമ്പനി ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴും പറയാണ്, ബേസിക്സും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞവരായിരിക്കണം ഞങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ബേസിക്സ് തൊട്ട് അഡ്വാൻസ് തൊട്ട് പഠിപ്പിക്കുകയാണെന്നും നമ്മൾ എഡ്യൂക്കേഷൻ കമ്പനിയുള്ള സമയം ഞങ്ങൾക്കില്ല. സോ ഞങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തരും, അതിൻ്റെ ടിപ്സും ഞങ്ങൾ തരും. ഞങ്ങൾ തന്ന ടിപ്സ് നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾക്കത് വർത്തായിരിക്കും. കാരണം ഞങ്ങൾ ഓരോ ആഴ്ചയും ഓരോ ഗോളാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് നടക്കുക സെറ്റ് ചെയ്ത് പോകുന്നത്. ആ ഗോൾസ് വഴി ആ 4 ആഴ്ച കൊണ്ട് അവരുടെ മൈൻഡ് ആസറ്റിലേക്ക് മാറ്റും. നിങ്ങളുടെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ലേ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഒരു 500 പേരെ ഒരുമിച്ചൊരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓർത്തിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകുന്നത്? ഞങ്ങളങ്ങനെയില്ല. മാസം 5 പേഴ്സണൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുള്ളൂ. ഈ 5 പേരിൽ ഓരോരുത്തരെയും സെപ്പറേറ്റാണ് ട്രെയിൻ ചെയ്യുന്നത്, ഗ്രൂപ്പായിട്ട് ഒരിക്കലും ചെയ്യത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഡൗട്ട്സും ഓരോ കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കാം, ഓരോ മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം. സോ അതുകൊണ്ടൊക്കെ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് പഠിച്ച് ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുക. ആരും കൊണ്ട് വെറുതെ പൈസ കളയല്ലേ. ആക്ച്വലി നിങ്ങളെയൊക്കെ ലോസാണ്, ഞങ്ങളെയൊക്കെ പ്രോഫിറ്റ്. ശരി തന്നെയാണ്, പക്ഷേ കേരളത്തിലെടുക്കുന്നതിനെക്കാട്ടും പ്രോഫിറ്റ് കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ് കൊണ്ടുവന്ന് ആലോചിക്കുക. കേരളത്തിൽ മെജോറിറ്റി ആൾക്കാർ ലോസാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് പ്രോഫിറ്റിൽ നിൽക്കുന്നത്. കഴിഞ്ഞൊരു 4-5 മാസം മുന്നേ ട്രിവാൻഡ്രത്തിൽ 2.5 കോടി കണക്ക് പോയ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. 2.5 കോടിയാണ് പറ്റിച്ചത് ഒരു ഡോക്ടറിനെ. ഇയാൾ ഇതിനു മുമ്പ് 1.5 കോടി പറ്റിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇതിലേക്ക്, കാരണം ഇതൊരു അഡിക്ഷനാണ്, സംഭവം. വീണ്ടും നമ്മളതിങ്ങനെ സ്ക്രീൻഷോട്ടും വീഡിയോസ് കാണുമ്പോൾ ചെന്നങ്ങ് ചാടി കൊടുക്കും. എനിക്ക് വരാൻ ഇങ്ങനെയുള്ള കോൾസ് വരാറുണ്ട്, അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത് തരുമെന്ന് വെച്ചിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. കാര്യം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നിങ്ങൾ പഠിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്സ് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണമെങ്കിൽ ഞങ്ങൾ ടിപ്സ്, അതിൽ എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. അതായത് നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം, ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തു തരാം. ആ സെറ്റപ്പ് വെച്ചിട്ട് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാം. പുള്ളിക്ക് സമയമില്ല, പൈസ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയുള്ളൊന്നും ട്രേഡിങ് നിൽക്കില്ല. ആരും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാൻ പോകുന്നൊന്നുമില്ല. ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ആരും നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. 1-2 പ്രോഫിറ്റ് ഉണ്ടാക്കി തരും. നിങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് പോകും. 4 ദിവസം ലോസ് ആയതിന് വീണ്ടും കൊണ്ടാടി കൊടുക്കാൻ പറയും. എന്നാത്തിന് അതിനുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ കഴിവുള്ള കൊടുത്താൽ എന്തായാലും വേറെ ട്രേഡ് ചെയ്യാൻ നിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എനിവേ പറഞ്ഞത് എനിക്ക് പറയാനേ പറ്റുള്ളൂ. നിങ്ങളത് എല്ലാവരും ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ഇതുപോലെ സ്കാമേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും വിചാരിക്കണം. നിങ്ങൾ ആര് നല്ലത് പറഞ്ഞാൽ അവർക്ക് കേട്ടോളി. ഇതുങ്ങളെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത് തരാമെന്ന്, നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് അതിൻ്റെ പിറകെ പോകരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യാം. അല്ലാതെ ആരുടെ പിറകെ പോയി നിങ്ങൾക്കൊന്നും നേടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നല്ലൊരു മെൻറ്ററെ കൂടെ പോയി പഠിക്കാം, ഇതെല്ലാം മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അല്ലാതെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. ആദ്യമൊന്നും പ്രോഫിറ്റ് ആവത്തില്ല. ഞാൻ 100 വട്ടം പറഞ്ഞ കാര്യം എന്താണ്, പയ്യെ ആയിക്കോളും. ഇപ്പോൾ ലോട്ട് സൈസ് കുറച്ച് ചെയ്താൽ ഒരു ലോട്ടൊക്കെ ചെയ്ത് പഠിച്ചാൽ പോരെ. എന്തിനാണ് ആവശ്യമുള്ള ഓവർലോട്ടൊക്കെ പഠിച്ചിട്ട് പഠിക്കുന്നത്? അപ്പോഴല്ലേ പൈസ ലോസസ് ഒരുപാട് പോകുന്നത്. ഒരു ചെറിയൊരു ഒരു ലോട്ട് മാത്രം ഇട്ടിട്ട് ഒരു 3-4 മാസം ട്രെയിൻ ചെയ്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾ, അപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആവും, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിനുശേഷം നിങ്ങൾ ലോട്ട് സൈസ് കൂട്ടുക. നിങ്ങൾ പാനിക് ആവാതെ നിങ്ങൾ പ്രോഫിറ്റ് എടുക്കും ഡെയിലി.
ഇതൊക്കെ ഞാനൊരു 1000 വട്ടം പറഞ്ഞിട്ടുള്ള കേസാണ്. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാനിപ്പം MDS എടുക്കുന്ന വീഡിയോസിൽ റിപ്ലൈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. എല്ലാ കാര്യം കുറേ ടിപ്സ് കണ്ടതിലിടയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. സോ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാൻ നോക്കാം. പറ്റുന്ന കാര്യം, ഇത് വലിയ സംഭവമൊന്നും അല്ല. നിങ്ങൾ എല്ലായിടത്തും പറഞ്ഞ കേസാണ്. നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ ചെറിയ ചെറിയ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം അതിനകത്ത് നോക്കി വെച്ച് കൊടുത്താൽ മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി നിങ്ങൾ പഠിച്ചോളൂ, ഓട്ടോമാറ്റിക്കലി പഠിച്ചോളൂ. എവിടെ എൻട്രി ചെയ്യുക, എവിടെ എക്സിറ്റ് എന്നൊരു പ്ലാനിങ്, അത് പ്രോപ്പർ നമുക്കൊരു ചാർട്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. കാരണം അത് കുറച്ച് അനലൈസ് സ്ട്രാറ്റജിയൊക്കെ കൊണ്ടുവന്നു ഞാൻ ദാറ്റ്സ് മാറ്റർ. അത് ചുമ്മാ ഇടന്നാൽ ആവശ്യം ഇങ്ങനെ എന്തൊക്കെയോ സംഭവം വലിച്ചു കൂട്ടി പറയുന്ന ആൾക്കാരത്തൊക്കെ ആക്ച്വലി എനിക്കൊന്നും പറയാനില്ല. ഇതൊന്നും ഒരു സംഭവമില്ല. എല്ലാവർക്കും പറ്റുന്ന ഒന്നേ ഉള്ളൂ. കുറച്ച് ക്ഷമയും പേഷ്യൻസൊക്കെ വേണം, അത്രയേ ഉള്ളൂ. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എനിവേ, താങ്ക് യു.